ഈ സീസണിൽ 9ാമത്തെ വീക്കിൽ തന്നെ ഫാമിലി വീക്ക് തുടങ്ങിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ 10ാമത്തെ വീക്കാണ് ഫാമിലി വീക്ക്. ഈ പ്രാവശ്യം നേരത്തെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വരുവാണ് ഷാനവാസിൻ്റെയും നമ്മുടെ അനീഷേട്ടൻ്റെയും ഷാനുക്കായുടെയും ഫാമിലിയാണ് വരുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ വളരെ ഒരു വലിയ ഒരു നല്ല അടിപൊളിയൊരു മൊമെൻ്റാണ് കേട്ടോ അത്. എല്ലാവരും ഓടി ചെല്ലുന്നു. പക്ഷേ ഇവരെ രണ്ടുപേരും ഭയങ്കര ഒരു ട്വിസ്റ്റും ആയിപ്പോയി. ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് ആക്ടിവിറ്റി ഏരിയയിൽ നിർത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇവർ ഫാമിലി വീക്കിൽ ഫാമിലീസ് വരുമ്പോൾ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുക എന്നൊക്കെയുള്ള സംഭവമാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കര ഒരു കടമ്പ 7ൻ്റെ പണി കൊടുത്തിരിക്കുകയാണ്. ഫാമിലീസിനെ കാണണമെങ്കിൽ ഇവർ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ഫാമിലിനെ കാണാൻ പറ്റൂ എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഒരു 7ൻ്റെ പണിയാണ് നമ്മുടെ ബിഗ് ബോസ് ഇവർക്ക് ഷാനുക്കായ്ക്കും അതുപോലെ അനീഷേട്ടനും കൊടുത്തിരിക്കുന്നത്. അവരെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഷാനവാസിൻ്റെ ആ പാട്ടും അവരുടെ ആ ഒരു ഫേസും എല്ലാം കൂടി ഭയങ്കര ഒരു വല്ലാത്ത ഒരു ടച്ചിങ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഷാനവാസ് പലതവണ കരയുന്ന നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അനീഷേട്ടൻ കരയുന്നതോ കണ്ണ് നിറയുന്നതോ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു പുള്ളിൻ്റെ കണ്ണ് നിറയുന്നതും പുള്ളിയുടെ ആ ഭാവവും കാണുമ്പോൾ തന്നെ നമ്മളും അറിയാതെ നമ്മുടെയും കണ്ണൊന്നും നനയുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് കൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെ ഫാമിലീസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർ കയറി വരുന്നു. ആ ഒരു ഫേസും എല്ലാം കൂടി അനീഷേട്ടൻ്റെ ആ ഫേസ് കാണുമ്പോൾ തന്നെ കണ്ണ് നിറയുന്ന ഒരു ഫേസ് നമ്മുടെ കണ്ണും കൂടി അറിയാതെ ഒന്ന് നനഞ്ഞു പോകുന്നുണ്ട്. കാരണം ഒരു കോമണർ വന്നിട്ട് ഇത്രമാത്രം ഫാൻ ബേസ്, ഷാനൂക്ക ആയാലും അനുമോളായാലും അവർക്കൊക്കെ ഓൾറെഡി നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു സാധാരണക്കാരനെ വെറും 3000 സബ്സ്ക്രൈബേഴ്സ് മറ്റോ ഉള്ളൂ യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ആരും അറിയാത്തൊരു സാധാരണക്കാരൻ, ഒരു നാട്ടുമ്പുറത്തുകാരൻ വന്നിട്ട് ഇത്ര വലിയ ജനങ്ങളുടെ ഇടയിൽ ഇത്ര വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇമ്പോസിബിൾ. ആ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു ഇടം കിട്ടുവാണ്. ഇനി അയാൾ കപ്പ് കിട്ടിയാലും കിട്ടിയില്ലല്ലോ ശരി, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ ഒരു നേട്ടമാണ് അനീഷ് എന്ന് പറയുന്ന ആ കോമണർ നമ്മുടെ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. 3 പേര് ടോപ്പ് 3യിൽ വരണമെന്ന് തന്നെയാണ് അനീഷ്, അനുമോള്, ഷാനവാസ്. അപ്പോൾ ഈ ഒരു അനീഷേട്ടൻ്റെ ആ ഒരു ഇതും ഷാനുക്ക ചേർത്ത് പിടിക്കുന്നതും കരയുന്നതും അമ്മേനെ കണ്ടപ്പോൾ അച്ഛന് വരാൻ പറ്റൂല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 75 ഇയേഴ്സ് മുകളിലുണ്ട്, എബോവ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിലൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അമ്മ വന്നു. അമ്മയും അനിയൻ അബീഷുമാണ് വന്നിരിക്കുന്നത്. പുള്ളി ഒരു ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ്. അപ്പോൾ ഇത് പറയുകയാണ്, നിങ്ങളെ കാണണമെങ്കിൽ, മാതാപിതാക്കളെ അല്ലെങ്കിൽ വന്ന ഫാമിലി മെമ്പേഴ്സിനെ കാണണമെങ്കിൽ ഇവർ ടാസ്ക് പൂർത്തിയാക്കണമെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അമ്മയുടെ ഒരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത് കേട്ടോ. അമ്മ അയ്യോ ഇനി എൻ്റെ കുഞ്ഞ് ആ കടമ്പയും കൂടി കടക്കണം എന്നുള്ളൊരു ഫേസാണ്, എക്സ്പ്രഷനാണ്.